ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ ട്രാൻസ്ഫോമർ പൊളിക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അത് പാർട്ട് 1 ആയിട്ട് ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ ഇത് പാർട്ട് 2 നമുക്ക് ബാക്കി ചെയ്യാം. അപ്പം നിലവിൽ ബോഗിന് പോയിരുന്നത് ബോഗിൻ ലെവലാക്കിയിട്ട് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്, കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ പ്രൈമറി സ്റ്റേജിൻ്റെ കോപ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 29 ഗേജിൻ്റെ കോപ്പറാണ് വരുന്നത്. അത് 120 ഗ്രാമാണ് മൊത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 130 ഗ്രാം ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഉരുകിയൊക്കെ ഇരുന്നുകൊണ്ട് ചെറിയ വെയിറ്റ് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ അത്രയും മേടിച്ചത്. അപ്പോൾ എന്തായാലും ആയത് വയറൊക്കെ സോൾഡർ ചെയ്ത് എല്ലാം ഒന്ന് ചുറ്റാം. പ്രൈമറി വൈൻഡിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കൈ കൊണ്ടാണ് ഞാൻ ചുറ്റിയെടുത്തത്. ഇപ്പം സ്വന്തം ഉപയോഗത്തിനൊക്കെ ആയതുകൊണ്ട് പിന്നെ സീനില്ല. അപ്പോൾ എന്തായാലും ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പം പ്രൈമറി സ്റ്റേജ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ കിടന്ന വയർ ഇതായിരുന്നു. അപ്പം ഞാനിപ്പം സാറിന് ട്രാൻസ്ഫോർമറിനകത്തെല്ലാം AC കൊടുക്കുന്നത് റെഡ് വയറാണ് വരുന്നത്. അപ്പോൾ റെഡ് വയർ തന്നെ ഇട്ടു. എന്നാലും അത് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് സെക്കൻഡറിയും കൂടെ വൈൻഡ് ചെയ്യാം. സെക്കൻഡറിയും കൂടെ വൈൻഡ് ചെയ്തിട്ട് ആണ് ബാക്കി നോക്കേണ്ടത്. സെക്കൻഡറി ഞാൻ പഴയ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇത് തിരിച്ചു ചുറ്റി ഒരു 12 ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പം അത് ചുറ്റാനുള്ള സ്പേസ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാം കൂടെ. അപ്പോൾ എന്തായാലും ഇത് ചുറ്റിയെടുക്കാം. ഇത് ചുറ്റിയെടുത്തിട്ട് കോറും കൂടി ഇട്ടിട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. പ്രൈമറി സെക്കൻഡറിയും വൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് സെക്കൻഡറി വരുന്നത് സാറിന് ഒരെണ്ണം ഒരു ലെയർ ചുറ്റിയിട്ട് അതിന് ബാക്കിയായിട്ടാണ് അടുത്ത ലെയർ ചുറ്റുന്നത്. ഇപ്പം 12-0-12 അല്ലെങ്കിൽ 27-27 ആകുമ്പോഴത്തേക്കും ഞാനിപ്പോൾ അങ്ങനെ ചുറ്റുന്ന ചടങ്ങായതുകൊണ്ട് സെൻറ്റർ ടാപ്പ് നിലവിലുണ്ടായിരുന്ന രണ്ടും കൂടെ പാരൽ ചെയ്താണ് ചുറ്റിയേക്കുന്നത്. അപ്പം ഏത് 27 ആണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് 27. അപ്പം അതിൻ്റെ കണക്ഷൻ എങ്ങനെ നോക്കിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ കണക്ഷൻ വരും, ചിലപ്പോൾ ഇങ്ങനെ കണക്ഷൻ വരും. അതെങ്ങനെ നോക്കിയിട്ട് സെൻറ്റർ ടാപ്പ് ചെയ്താൽ മതി. പിന്നെ ഇപ്പം എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ 12-0-12 ചെയ്യുന്നില്ലെന്ന് ഓർത്താണ് ഇരുന്നത്. ഇപ്പം നോക്കിയപ്പോൾ കോറിനകത്ത് ഇത്രയും ഗ്യാപ്പുണ്ട്. 12-0-12 ചെറിയ തീരെ വണ്ണം കുറഞ്ഞ കോപ്പറാണ് ഇത് ചുറ്റിയിരുന്നത്. അപ്പം അതും കൂടെ അങ്ങ് ചുറ്റിയേക്കുവാണെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ആവശ്യം 12-0-12 എടുക്കണമെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ സ്പേസ് കണ്ടുകൊണ്ടെന്നാൽ പിന്നെ അതും കൂടെ ചുറ്റിയേക്കാന്ന് വെച്ചാൽ അപ്പോൾ ഇതിന് വേണ്ടി ഒരു പേപ്പറും കൂടെ ചുറ്റിയിട്ട് പത്രപ്പേപ്പർ എന്തെങ്കിലും ചുറ്റുക. എന്നിട്ട് അതിന് വണ്ടയ്ക്ക് 12-0-12 വൈൻഡ് ചെയ്തിട്ട് അതിന് വേണ്ടി നമ്മൾ ട്രാൻസ്ഫോർ വൈൻഡ് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു പേപ്പർ കിട്ടുന്നതാണ്. അപ്പം അതിന് ബാക്കി ഏതായിട്ട് ചുറ്റാം. അപ്പോൾ ആദ്യമേ 12-0-12 കൂടെ വൈൻഡ് ചെയ്യാം. ഇത്രയും സ്പേസ് കണ്ടുകൊണ്ടാണ് പിന്നെ അത് ചെയ്തേക്കാമെന്ന് ഓർത്തത്. അപ്പോൾ എന്തായാലും അതും കൂടെ ചെയ്ത് സെറ്റ് ചെയ്യാം. 12-0-12 അത് വൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മണ്ടയിൽ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. പേപ്പർ ഒട്ടിച്ച് സെറ്റ് ചെയ്തിട്ട് ഈ കോറും ഐ കോറും ഇട്ട് സെറ്റ് ചെയ്യണം. ഇനി അടുത്ത പരിപാടി ഈ കോറും ഐ കോറും ഇട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ കോറും ഐ കോറും കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വോൾട്ടേജ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ട്രാൻസ്ഫോർമർ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്.
കോറെല്ലാം കയറ്റിയെല്ലാം സെറ്റ് ചെയ്തു. ഇപ്പോൾ കോറ് ഇത് നിലവിൽ അലൈൻമെൻറ്റ് ഓൾറെഡി ശരിയല്ലായിരുന്നു. ഇപ്പം ഇതിനകത്ത് ഇനി കൂടുതൽ അടിച്ച് കയറ്റാൻ പോയി കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വോൾട്ടേജ് കയ്യിൽ 0 ഏതാണെന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വേറെ എന്തെങ്കിലും നോയ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇത് 12 വൈൻഡിങ് പഴയ കിടന്നാണ്. ഇത് എത്ര വോൾട്ടാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് സപ്ലൈ ഒന്ന് കണക്ട് ചെയ്യാം. സീരിയൽ കണക്ഷനാണ് കണക്ട് ചെയ്യുന്നത്. സപ്ലൈ നല്ലൊരു കണക്ട് ചെയ്തിട്ടുണ്ട്. ഷോർട്ടിങ്ങോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇതൊരു ടാപ്പ്, ഇതൊരു ടാപ്പ്. എന്തായാലും നമുക്ക് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എത്ര വോൾട്ടാണ് ഇതൊന്ന് കിട്ടുന്നുള്ളത്. ഇത് 19 വോൾട്ടാണ് കാണിക്കുന്നത്. പത്തൊമ്പത് 39 വോൾട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ വോൾട്ടേജ് അറിയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് എത്ര വോൾട്ട് കിട്ടുന്നുണ്ടോ നമ്മൾ നോക്കിയേക്കാം. എട്ട് 08. അപ്പോൾ അത്രയാണ് നിലവിലേക്ക് കിട്ടുന്നത്. ഇപ്പോൾ അന്നേരം ഡയറക്റ്റ് ഒന്ന് സപ്ലൈ കൊടുക്കുക. ഇപ്പോൾ നിലവിൽ സീരിയൽ കണക്ഷനാണ് കൊടുത്തേക്കുന്നത്. ഡയറക്റ്റ് ഒന്ന് കൊടുത്തിട്ട് എത്ര വോൾട്ടിന് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കിയേക്കാം. ഇരുപത് 20 കിട്ടും കറക്റ്റ്. നിലവിൽ നേരത്തെ ഷോർട്ട് ചെയ്ത് നോക്കിയപ്പം ചെറിയ മൂളിച്ച കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നട്ട് 4 നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ വാർണിഷും കൂടെ മേടിച്ച് ഒഴിക്കുവാണെങ്കിൽ നന്നായിട്ടിരിക്കും. ഇപ്പോൾ കോറെല്ലാം കൂടെ ഒന്ന് സീറ്റിംഗ് ആയേക്കും. ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഇതിന് കാണിക്കുന്നുണ്ട്. നട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്താലും ഒരു പരിധി കൂടുതൽ ഇത് സെറ്റ് ആവത്തില്ല, ചില ഗ്യാപ്പ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് വാർണിഷും മേടിച്ച് നല്ല ഒഴിച്ച് നല്ലതായിട്ട് ഒന്ന് സീറ്റിംഗ് ആക്കുക, എന്നിട്ട് വർക്ക് ചെയ്യിക്കുക. വേറെ ചടങ്ങ് കാര്യങ്ങളൊന്നും കാണിക്കുകയില്ല. ഇപ്പം ആംപ്ലിഫയർ അതിനൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടിരിപ്പുണ്ടെങ്കിൽ, ഇപ്പം ട്രാൻസ്ഫോമർ കംപ്ലൈൻ്റ് ആണ്, ഇപ്പം പ്രൈമറി കത്തിപ്പോയെന്നുണ്ടെങ്കിൽ പയ്യെ അഴിക്കുക. അഴിച്ച് സീറ്റാക്കി മൊത്തം ഊരി പീസാക്കി വെക്കുക. അഴിക്കുന്നത് നോക്കിയേക്കുക. അപ്പോൾ ഇതിന് മുന്നേ അഴിച്ച് പരിചയമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എന്നിട്ട് അഴിച്ച് പീസാക്കിയിട്ട് സെക്കൻഡറി വരുന്ന കോപ്പർ പോകാതെ എവിടെയെങ്കിലും ചുറ്റി നല്ല സെറ്റാക്കി മാറ്റി വെക്കുക. പ്രൈമറിയിലെ കോപ്പർ കത്തിയതാണെങ്കിൽ ഫുൾ അഴിച്ചെടുത്തിട്ട് അത് കോപ്പർ മേടിക്കുന്ന കടയിൽ ചെല്ലുക. അവരെ കാണിക്കുക, അവരെ അളവ് നോക്കിയിട്ട് എത്രയാണെന്ന് പറയും. ഇപ്പം നമ്മളിപ്പം എത്ര ഗ്രാമുണ്ടോ അത് നോക്കുക, അതനുസരിച്ചുള്ള സാധനം മേടിക്കുക, കൊണ്ട് ചുറ്റി സെറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനത് സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് 130 രൂപയുടെ കോപ്പറേ മേടിക്കേണ്ട, 160 രൂപയുടെ കോപ്പർ മേടിക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. സംഭവം നല്ലൊരു സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.